വചന കേൾവിക്ക് വേണ്ടി നമ്മൾ ഒരുക്കപ്പെടുമ്പോൾ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആയിരിക്കാം. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 24 വരെയുള്ള വാക്യവും 35 മുതൽ 42 വരെയുള്ള വാക്യവും. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 24 വരെയും 35 മുതൽ 42 വരെയുമുള്ള വാക്യം. അതിൻ്റെ 41-ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാവുന്നത്. മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം ബാലെ എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തോടെ തലീത കുമി എന്നവളോട് പറഞ്ഞു. He took her by the hand and said to her, Talitha kum, which means little girl, I say to you, get up. റിയാലിറ്റി ആൻഡ് റെസ്പോൺസ്, യാഥാർത്ഥ്യവും അതിനോടുള്ള പ്രതികരണവും. നമ്മളെല്ലാവരും വിശ്വാസികളാണെന്നും നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണെന്നും എല്ലാം ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ ജീവിതത്തിൽ പ്രതിസന്ധി കടന്നു വരുമ്പോൾ അതിനോടുള്ള നമ്മുടെ പ്രതികരണം എങ്ങനെയാണെന്നും ചിന്തിക്കുവാൻ ഈ ദിവസം നമുക്ക് സാധ്യമായി തീരട്ടെ. റീൽസുകളുടെ കാലമാണ്, റീച്ചുകളുടെ പുറകെ ഓടുകയാണ് പലപ്പോഴും. അല്ലെങ്കിൽ ഇന്നത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ തള്ളുകളുടെ കാലമാണ്. എന്നാൽ തള്ളി കാര്യങ്ങൾ നമ്മൾ പറയും. എന്നാൽ തള്ളപ്പെടുന്ന അവസ്ഥ ഉണ്ടായിക്കഴിയുമ്പോൾ തകർന്നടിഞ്ഞു പോകുന്ന ആത്മീയ ജീവിതമാണ് നമ്മുടെ മുൻപിലുള്ളത്. തകർന്നടിഞ്ഞു പോകുന്ന പ്രാർത്ഥനാ ജീവിതമാണ് നമ്മുടെ മുൻപിലുള്ളത്. തകർന്നടിഞ്ഞു പോകുന്ന വിശ്വാസ ജീവിതമാണ് നമ്മുടെ മുൻപിലുള്ളത്. ഒരമ്മച്ചിയുടെ കഥ ഇപ്രകാരം കേട്ടിട്ടുണ്ട്. എല്ലാ ദിവസവും ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാൻ പോകുന്ന ഒരമ്മച്ചി, എല്ലാ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് അറിയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അവിടെയുള്ള അൾത്താര ബാലന്മാർ അമ്മച്ചി പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയുവാൻ രഹസ്യമായി അമ്മച്ചിയെ വീക്ഷിച്ചു. അമ്മച്ചിയുടെ പ്രാർത്ഥന ഇതായിരുന്നു: തൻ്റെ മരുമോളെ ദൂരദേശത്തേക്ക് ട്രാൻസ്ഫർ ലഭിക്കണം, വീട്ടിൽ നിന്ന് മാറണം, ട്രാൻസ്ഫർ ലഭിക്കണം. അപ്പോൾ ഇത് കേട്ടുനിന്ന ബാലന്മാർക്ക് ഒരു തമാശ തോന്നി. അടുത്ത ദിവസം അമ്മച്ചി പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വന്നപ്പോൾ ഇവർ വന്ന് ഈ ഭിത്തിയുടെ മറവിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: അമ്മച്ചിയുടെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു. മോക്ക് ട്രാൻസ്ഫർ ഉണ്ട്, പക്ഷേ വീടിനടുത്തേക്കാണ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു. ഇത് കേട്ടപാടി അമ്മച്ചി ചാടി എഴുന്നേറ്റിട്ട് ഇങ്ങനെ യേശുവിൻ്റെ രൂപത്തെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: എനിക്കല്ലേലും അറിയായിരുന്നു നീ ഈ പണി കാണിക്കുമെന്ന്. ചുമ്മാതല്ല നിന്നെ 3 ആണിമേൽ തൂക്കിയത് എന്ന്. ചുമ്മാതല്ല നിന്നെ 3 ആണിമേൽ തൂക്കിയത് എന്ന്. തള്ളാൻ നമുക്കെല്ലാവർക്കും പറ്റും. എന്നാൽ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ തള്ളപ്പെടുന്ന അവസ്ഥകൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ വിശ്വാസവും പ്രാർത്ഥനയും പലപ്പോഴും തകർക്കപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നാം ചോദിക്കും: ഞാൻ ഇത്രയും നാളും പ്രസംഗിച്ചു, ഞാൻ ഇത്രയും നാളും പ്രാർത്ഥിച്ചു, ഇത്രയും ആരാധന കൂടി, ദൈവം എവിടെ? എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു? എന്നുള്ള ചോദ്യങ്ങളെല്ലാം നമ്മുടെ മുൻപേ വരും. എന്നാൽ ഒരു ഭക്തനായ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ താൻ പ്രസംഗിച്ച ദൈവത്തെ, താൻ പ്രാർത്ഥിച്ച് നിലവിളിച്ച ദൈവത്തെ തൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ സാക്ഷീകരിക്കുന്നതായി പലപ്പോഴും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സാധു ഇങ്ങനെയാണ് അതിനെ സാക്ഷീകരിച്ചു പാടിയത്: ദോഷമായിട്ടൊന്നും എന്നോടെൻ്റെ താതൻ ചെയ്യുകയില്ല, ദോഷമായിട്ടൊന്നും എന്നോടെൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു,
എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. വചനമായ ഞങ്ങളുടെ ദൈവമേ, നീ ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് ജീവൻ്റെ വചനം. നിൻ്റെ വചനം ഞങ്ങളുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി ഞങ്ങളെ വഴി നടത്തുന്ന വലിയ കൃപകൾക്കായി സ്തോത്രം. ദോഷമായിട്ട് നീ ഞങ്ങളോടൊന്നും ചെയ്യുന്ന ദൈവമല്ല, നീ ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണെന്ന് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ അത് മനസ്സിലാക്കുവാനും അത് തിരിച്ചറിയുവാനും ഈ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുമുള്ള കൃപയെ നീ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, ഇന്ന് നിൻ്റെ സന്നദ്ധിയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി കർത്താവെ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവല്ലോ. എന്നാൽ പ്രാർത്ഥനയെ കേൾക്കുന്ന ദൈവം ഞങ്ങളുടെ മധ്യയുള്ള കൃപകൾക്കായി സ്തോത്രം. കർത്താവെ, യാചനകൾക്ക് മറുപടി നൽകുവാൻ നീ മതിയായവൻ തന്നെയാണ്. അതുകൊണ്ട് നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ നിലവിളിക്കുമ്പോൾ ഞങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിന് ദൈവമേ നീ മറുപടി തന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അടുത്ത മാസം ഞങ്ങൾ കൂടി വരുമ്പോൾ കർത്താവെ, ഞങ്ങൾക്ക് ദൈവസന്നിധിയിൽ സ്തോത്രം പറയുവാൻ, ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി കരയറ്റുവാൻ ദൈവമൊരുക്കുന്ന വലിയ അവസരത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, നിൻ്റെ വചനത്തിൻ്റെ പാദപീഠത്തെങ്കിൽ ഇരിക്കുകയാണ്. ദൈവമേ, നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നീ ഞങ്ങളെ നിറയ്ക്കണം, നീ ഞങ്ങളോട് സംസാരിക്കണം. നിൻ്റെ വചനം ആശ്വസിപ്പിക്കുന്ന വചനമാണ്, നിൻ്റെ വചനം സൗഖ്യം നൽകുന്ന വചനമാണ്. കർത്താവെ, ആ ദൈവിക വചനത്തിൻ്റെ മുൻപാകെ ഇരിക്കുമ്പോൾ അടിയൻ്റെ വായോടും കേൾക്കുന്ന ജനത്തിൻ്റെ ഹൃദയത്തോടും എൻ്റെ ദൈവം ഒരുപോലെ സംസാരിക്കണം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമീൻ. വിശുദ്ധ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിലെ 2-ാം പുസ്തകമാണ് മർക്കോസ് എഴുതിയ സുവിശേഷം. മറ്റ് സുവിശേഷങ്ങളിൽ വെച്ച് ഏറ്റവും ആദ്യം എഴുതപ്പെട്ട പുസ്തകമായും ഇതിനെ കണക്കാക്കുന്നുണ്ട്. വളരെ വേഗതയേറിയതും ചുരുങ്ങിയ വാക്കുകളിലുമുള്ളതുമാണ് ഈ സുവിശേഷത്തിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത്. യേശു കർത്താവിൻ്റെ വംശാവലിയോ യേശു കർത്താവിൻ്റെ ജനനത്തിൻ്റെ ചരിത്രമോ ഒന്നും പറയാതെ യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം ആരംഭിക്കുകയാണ്. യേശുവിൻ്റെ നീണ്ട ചില പ്രസംഗങ്ങളെക്കാൾ അപ്പുറമായി യേശുവിൻ ചെയ്ത പ്രവർത്തികളും അത്ഭുതങ്ങളുമാണ് ഇതിന് കൂടുതൽ മുൻഗണന നൽകിയിരിക്കുന്നത്. ഈ സുവിശേഷത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇതിന് പ്രത്യേകതയായിട്ട് കാണുന്നത് ഉടനെ എന്ന വാക്ക് പലയിടങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഹൈ സ്പീഡ് ആക്ഷൻ നമുക്ക് പലയിടങ്ങളിലും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒന്നിനു പുറകെ ഒന്നായി അത്ഭുതങ്ങളെ കോർത്തിണക്കുന്നതായിട്ടും ഈ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പലയിടങ്ങളിൽ ഒരു മെസ്സിയാനിക് സീക്രട്ട് പറയുന്നുണ്ട്. ഈ സുവിശേഷത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത അതുതന്നെയാണ്. താൻ ഒരു അത്ഭുതം പ്രവർത്തിച്ചു കഴിയുമ്പോൾ കൃത്യമായി അവരോട് പറയുന്നുണ്ട്, ഇത് ആരോടും പറയരുത് എന്ന്. തന്നെ ഒരു അത്ഭുത പ്രവർത്തകനായിട്ടോ ഒരു രാഷ്ട്രീയ നേതാവായിട്ടോ മാത്രം ജനം കാണാതെ ക്രൂശിൻ്റെ മരണത്തിലൂടെ മാത്രം തൻ്റെ ദൗത്യം ഈ ലോകത്തിൽ എന്താകണം എന്ന് യേശു പറഞ്ഞു വെക്കുവാനായിട്ടുള്ള മനസ്സിലാക്കുവാനായിട്ടും ആഗ്രഹിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതിലുപരിയായി ഈ വേദഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ യേശു കർത്താവിൻ്റെ മനുഷ്യത്വത്തെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യേശു ദൈവപുത്രനെന്ന് ഉറച്ചു പറയുമ്പോഴും അവൻ മനുഷ്യ സഹജമായ വികാരങ്ങളെ അത് ഒട്ടും മർക്കോസ് മറച്ചു വെക്കുന്നില്ല. മറ്റുള്ളവൻ്റെ വേദനയോടും സങ്കടത്തോടും മനസ്സലിവും അതേപോലെ തന്നെ കരുണയും കാണിക്കുന്ന ഒരു യേശുവിനെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ തന്നെ 3 അത്ഭുത പ്രവർത്തികൾ അടുപ്പിച്ചടുപ്പിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഗദരദേശത്തെ അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യൻ്റെ അടുക്കലേക്ക് തേടി വരുന്ന ക്രിസ്തുവിനെയും അവന് നൽകുന്ന സൗഖ്യത്തെയുമാണ് കാണുന്നത്. മനുഷ്യനെ അടിമപ്പെടുത്തുന്ന ഏതൊരു തിന്മയുടെ ശക്തിയേക്കാളും വലുതാണ് യേശുവിൻ്റെ അധികാരമെന്ന് കൃത്യമായിട്ട് വരച്ച് കാട്ടുകയാണ്. എന്നാൽ അതിനുശേഷം 21 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ 2 അത്ഭുതങ്ങൾ കാണുന്നുണ്ട്.
21 മുതൽ 24 വരെയും അതേപോലെ തന്നെ 35 മുതൽ 43 വരെയുള്ള ഭാഗത്തിൻ്റെ ഇടയിൽ ആ ഭാഗത്തും അതേപോലെ തന്നെ 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ രക്തസ്രാവമുള്ള സ്ത്രീയെ സൗഖ്യമാക്കുന്ന യേശുവിനെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആഴമേറിയ വിശ്വാസവും ദൈവത്തിൻ്റെ കരുണയും ഏത് കഠിനമായ രോഗാവസ്ഥയിൽ നിന്ന് വിടുതൽ നൽകും എന്ന് കൃത്യമായി രോഗത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ ക്രിസ്തു തന്നെയെന്ന് വരച്ച് കാട്ടുന്ന ഒരു ഭാഗം തന്നെയാണ്. എന്നാൽ ഈ 21 മുതൽ 43 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ 2 കഥകൾ ഒരു ഇരട്ട കഥയായിട്ട് തന്നെ നമുക്ക് തോന്നിയേക്കാം. കാരണം ഇതിൽ തമ്മിൽ ചില സാമ്യങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് തോന്നാം. കാരണം 2 ഇടത്തും കാണുന്നത് സ്ത്രീകളെയാണ്. 2 പേർ വർഷങ്ങൾ പറയുന്നുണ്ട്. 12 വയസ്സും 12 വർഷം രോഗം ബാധിച്ച സ്ത്രീയുമെന്ന് പറയുകയാണ്. 2 ഇടത്തും സ്പർശനം സംഭവിക്കുന്നുണ്ട്. ഒരിടത്ത് സംഭവിക്കുന്നത് യേശു തൊട്ടു, ഒരിടത്ത് യേശുവിനെ തൊട്ടു എന്നുള്ളതാണ്. എന്നാൽ നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത് യായിറോസിൻ്റെ കഥയാണ്. യായിറോസ് ആരാണെന്നുള്ളത് എൻ്റെ 22-ാമത്തെ വാക്യത്തിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. പള്ളിപ്രമാണികളിൽ യായിറോസ് എന്ന പേരുള്ള ഒരുത്തൻ. അവൻ പള്ളിപ്രമാണിയാണ്. സമുദായത്തിൻ്റെ മതാത്മകവും സാമൂഹ്യപരവുമായിട്ടുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം വഹിച്ച ഒരു വ്യക്തി, സിനഗോഗിലെ ഒരംഗമായി നിൽക്കുന്നവൻ, സമൂഹത്തിൽ വിലയുള്ളവൻ. എന്നാൽ ഇവിടെ യേശുവിൻ്റെ അടുക്കൽ ഒരു വലിയ ആവശ്യവുമായിട്ട് കടന്നു വരികയാണ്. യായിറോസ് എന്ന പേരിൻ്റെ അർത്ഥം വെളിവാക്കുന്നത് ഇങ്ങനെയാണ്: വെളിച്ചം പരത്തുന്നവൻ, അല്ലെങ്കിൽ ദൈവം പ്രകാശിക്കട്ടെ എന്നുള്ളതാണ്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ ദേവാലയത്തിൽ വെച്ച് യേശു കർത്താവ് പല അത്ഭുത പ്രവർത്തികൾ ചെയ്യുമ്പോഴും പള്ളിപ്രമാണി നീരസപ്പെടുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. തൻ്റെ ജീവിത അനുഭവങ്ങളിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ ആ പ്രതിസന്ധിയുടെ നടുവിൽ ലോകത്തിലുള്ള ഡോക്ടർമാരെയും മറ്റെല്ലാവരെയും കണ്ടതിന് ശേഷമാകാം അവസാനത്തെ ആവശ്യമായി, അല്ലെങ്കിൽ അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പായി യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നതായിട്ടും നമുക്ക് തോന്നിപ്പോകാം. എന്നാൽ തൻ്റെ ജീവിതത്തിൽ ഇനിയും ഒരു പ്രതീക്ഷയില്ല എന്ന തിരിച്ചറിവ് വന്നപ്പോൾ ഇനി ഒരുവനിൽ മാത്രമേ ഉള്ളൂ പ്രതീക്ഷ, അത് ക്രിസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് ഓടി വരുന്ന ഒരു യായിറോസിനെയാണ് ഇത് വേദഭാഗത്ത് ആദ്യം പരിചയപ്പെടുത്തുന്നത്. യായിറോസ് വന്നുടനെ തന്നെ ഒരു വലിയ പ്രാർത്ഥന നടത്തുകയാണ്. അവൻ്റെ പ്രാർത്ഥനയുടെ ഉള്ളടക്കം എന്താണെന്ന് അതിൻ്റെ 23 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൻ വന്ന് പറയുകയാണ്, എൻ്റെ കുഞ്ഞുമകൾ അത്യാസനത്തിൽ ഇരിക്കുന്നു, നീ വന്ന് അവളുടെ മേൽ കൈവെക്കണം. എന്ന് വെച്ചാൽ നീ വന്ന് തൊട്ടാൽ അവൾ സൗഖ്യമാകും. എൻ്റെ കുഞ്ഞുമകൾ അത്യാസനത്തിലിരിക്കുന്നു. ഇതുവരെ മനുഷ്യനാൽ ഞാൻ ചെയ്യാവുന്ന ഒരപ്പൻ എന്ന നിലയിൽ എനിക്ക് ചെയ്യാവുന്ന എല്ലാ ശുശ്രൂഷകളും, എന്നെക്കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ക്രമീകരിച്ചു വന്നു. എന്നാൽ ഇനിയും അത് സാധ്യമാകുന്നില്ല. ആ പരിമിതികളുടെ നടുവിൽ നിന്നുകൊണ്ട് അവൻ പറയുകയാണ്, നീ ഒന്ന് വരണം എന്നുള്ളത്. പലപ്പോഴും ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്കെല്ലാവർക്കും ഓരോ കാരണങ്ങളുണ്ട്. നമ്മളെ പ്രേരിപ്പിക്കുന്ന ചില കാരണങ്ങൾ. അന്നേരം മാത്രമേ നമ്മൾ പലപ്പോഴും ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെയും ശ്രമിക്കത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഒരു രോഗം വരുമ്പോൾ, ഒരു ദുഃഖം വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഒരു സങ്കടം കടന്നു വരുമ്പോൾ നമ്മൾ ദൈവമേ എന്ന് നിലവിളിക്കുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുവാനും ഒക്കെയും നമ്മൾ തയ്യാറാകും. നമ്മൾ ആത്മീയമായി കൂടി വരുന്ന ഈ ആത്മീയ കൂട്ടങ്ങളിൽ വന്ന് നമ്മുടെ ആവശ്യങ്ങളെ പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതിന് ശേഷം, മറുപടി ലഭിച്ചതിന് ശേഷം നമ്മളുടെ വരവ് എത്രമാത്രം ഉണ്ട് എന്ന് നാം ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടതും ആവശ്യം തന്നെയാണ്. ഇവിടെ നാം നോക്കുമ്പോൾ ഇന്നത്തെ ഒരു ആധുനിക ക്രിസ്തീയ ജീവിത അനുഭവങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയും വിശ്വാസവും പലപ്പോഴും സൗകര്യങ്ങളുടെയും പെട്ടെന്നുള്ള ഉത്തരങ്ങളുടെയും ചുറ്റിലുമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കംഫർട്ട് അനുസരിച്ച്, ഒരു ഇൻസ്റ്റൻ്റ് ആൻസർ ലഭിക്കുന്നതനുസരിച്ച് മാത്രം നിൽക്കുകയാണ്. എന്നാൽ പ്രതിസന്ധിയുടെ നടുവിൽ യഥാർത്ഥ വിശ്വാസം എന്താണെന്നും
പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ എങ്ങനെ ഒരു വിശ്വാസി നിലനിൽക്കണമെന്നും ഈ വേദഭാഗം എന്നോടും നിങ്ങളോടും ശക്തമായിട്ട് പറയുകയാണ്. ഈ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ ഒരു യഥാർത്ഥ വിശ്വാസി എങ്ങനെയായിരിക്കണമെന്നും, ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ ഒരു വിശ്വാസി എങ്ങനെ നിലനിൽക്കണമെന്നും ഈ വേദഭാഗം യായിറോസിൻ്റെ ജീവിതത്തിലൂടെയും യായിറോസിൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെയും എന്നോടും നിങ്ങളോടും സംസാരിക്കുകയാണ്. 2-3 ചിന്തകൾ വേഗത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കാം. ഒന്ന്, വൈകുന്ന മറുപടിയും വളരുന്ന വിശ്വാസവും. ഡിലേഡ് ആൻസർ ആൻഡ് ഡീപ്പൻഡ് ഫെയ്ത്ത്. അതിൻ്റെ 24-ാമത്തെ വാക്യം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: അവൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് അവനോടൊപ്പം കർത്താവ് തമ്പുരാൻ പോകുകയാണ്. എന്നാൽ സൗഖ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടെ, അത്യാവശ്യത്തോടുകൂടെ യേശുവിനെ വിളിച്ചുകൊണ്ട് യാത്ര ആരംഭിക്കുന്ന യായിറോസിന് ഒരു തടസ്സം അവിടെ ഉണ്ടാകുകയാണ്, ഒരു താമസം അവിടെ ഉണ്ടാകുകയാണ്. വളരെ പ്രതീക്ഷയോടെ, വളരെ അത്യാവശ്യത്തോടെ നിൽക്കുന്നതാണ് യായിറോസ്. കാരണം മകളുടെ അവസ്ഥ വളരെ പ്രയാസമാണെന്ന് കണ്ടിട്ടാണ് യായിറോസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് വളരെ പ്രതീക്ഷയോടെ, അത്യാവശ്യത്തോടെ നിൽക്കുന്ന യായിറോസിൻ്റെ യാത്ര ആരംഭിച്ച ഉടനെ തന്നെ ഒരു തടസ്സം നേരിടുകയാണ്, അല്ലെങ്കിൽ ഒരു താമസം നേരിടുകയാണ്. അപ്പോൾ ആ താമസമാണ് 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുന്ന ഒരു ചെറിയ അത്ഭുത പ്രവൃത്തി. 12 വർഷക്കാലം രക്തസ്രാവമുള്ള സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ട് സൗഖ്യം അനുഭവിക്കുകയും യേശു അവളോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ നേരിടുന്ന താമസം. ഒരു ഇൻസ്റ്റൻറ്റ് മറുപടി ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ജീവിക്കുന്ന ആത്മീയ സമൂഹത്തോടും പ്രാർത്ഥിക്കുന്ന സമൂഹത്തോടും യായിറോസിന് ചില കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. നീ പ്രാർത്ഥിച്ചുടനെ നിനക്ക് മറുപടി ലഭിച്ചില്ലെങ്കിൽ, ചില പ്രാർത്ഥനയ്ക്ക് ചില താമസത്തിൻ്റെ അനുഭവമുണ്ടെങ്കിൽ, ആ താമസത്തിൻ്റെ നടുവിൽ നീ പരാതിയില്ലാതെ വിശ്വാസത്തോടെ നിൻ്റെ പരിഹാരകനോടൊപ്പം നിൽക്കുവാൻ നിനക്ക് സാധിക്കുന്നെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ കാണാത്തത് നീ കാണും. നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ പലപ്പോഴും നാം പ്രാർത്ഥിച്ചുടനെ മറുപടി ലഭിച്ചില്ല എങ്കിൽ ഇട്ടേച്ചു പോകുന്നവരാണ്. എന്നാൽ ചില താമസങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ ഈ താമസത്തിൻ്റെ നടുവിൽ, നിൻ്റെ ജീവിത തകർച്ചയുടെ നടുവിൽ നിനക്ക് പരിഹാരം ഒരുക്കുവാൻ ഒരുവനുണ്ട് എന്നുള്ള തിരിച്ചറിവോടുകൂടെ അവനോടൊപ്പം, ആ പരിഹാരകനോടൊപ്പം നിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കുക. അതുകൊണ്ട് ഇൻസ്റ്റൻ്റ് ഉത്തരം ലഭിക്കുവാനായിട്ട് കൂടി വരുന്ന ജനസമൂഹത്തോട്, പ്രാർത്ഥിക്കുന്ന സമൂഹത്തോട് യായിറോസ് കൃത്യമായിട്ട് പറയുകയാണ്, ചില താമസങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇട്ടേച്ച് പോകുവാനായിട്ടല്ല, ഓടി ഒളിക്കുവാനായിട്ടല്ല, മറിച്ച് ചേർന്ന് പരിഹാരകനോടൊപ്പം നിലനിൽക്കുവാൻ സാധിക്കണമെന്നാണ്. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ യേശു ഭവനത്തിലുണ്ടെന്ന്, കഫർനഹൂമിലെ ഭവനത്തിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് 4 ആൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ വരുന്നുണ്ട്. യേശുവിൻ്റെ അടുക്കൽ കടന്നു വരുമ്പോൾ മുൻപിൽ തടസ്സം തന്നെയാണ്. 4 ആൾ വളരെ കഷ്ടപ്പെട്ട്, വേദന സഹിച്ച്, കഷ്ടത അനുഭവിച്ചുകൊണ്ട് 4 പേര് ചുമന്നുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ മുൻപിൽ കയറുവാൻ വഴിയില്ല. മുമ്പിൽ തടസ്സമായിട്ട് നിൽക്കുമ്പോൾ അവനെ ഇട്ടേച്ചു പോകുവാനായിട്ടല്ല, അല്ലെങ്കിൽ തിരിഞ്ഞു നടക്കുവാനായിട്ടല്ല, മറിച്ച് മേൽപ്പുര പൊളിക്കുവാനായിട്ടുള്ള വിശ്വാസമാണ് അവർ കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ കൃത്യമായിട്ട് പറയുന്ന കാര്യം ഇത്രമേ ഉള്ളൂ: പ്രതിസന്ധിയിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എളുപ്പവഴി അന്വേഷിക്കുന്നതല്ല, മറിച്ച് വിശ്വാസത്താൽ അത്ഭുത വഴിയെ കണ്ടെത്തുന്നതാണ്. ജീവിതത്തിൽ പ്രതിസന്ധി കടന്നു വരുമ്പോൾ എളുപ്പവഴി അന്വേഷിച്ചു പോകുവാനായിട്ടല്ല, മറിച്ച് വിശ്വാസത്താൽ അത്ഭുത വഴി കണ്ടെത്തുവാൻ സാധിക്കുന്നത് തന്നെയാണ്. ദാനിയേലിൻ്റെ പുസ്തകം നാം പരിശോധിക്കുമ്പോൾ അതിൻ്റെ 3-ാം അധ്യായത്തിൽ 17-18 വാക്യങ്ങൾ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും
വിടുവിക്കും, അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല എന്ന് വളരെ ശക്തമായിട്ട് 3 ചെറുപ്പക്കാർ പറയുന്നുണ്ട്. അതവരുടെ ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്. എന്നാൽ ആ വിശ്വാസം പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞാൽ പോലും അവരുടെ പ്രതിസന്ധി അവരെ വിട്ടൊഴിഞ്ഞു പോയില്ല. അവർ എന്ത് സംഭവിച്ചു? തീച്ചൂളയുടെ അനുഭവത്തിൽ വീഴുക തന്നെ ചെയ്തു. എന്നാൽ അവിടെ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു വലിയ കാര്യമുണ്ട്. തീച്ചൂളയുടെ അനുഭവത്തിൽ വീണ് കഴിഞ്ഞപ്പോഴാണ് മുൻപ് അവർ പ്രഖ്യാപിച്ച വിശ്വാസത്തെ അവർക്ക് ജീവിത അനുഭവങ്ങളിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. ചില പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചേക്കാം. ചില പ്രാർത്ഥനകൾക്ക് താമസമുണ്ടായേക്കാം. ചിലപ്പോൾ ചില കഷ്ടതയുടെ അനുഭവത്തിലൂടെ നമ്മൾ നടന്നു നീങ്ങിയേക്കാം. എന്നാൽ അതിൻ്റെ നടുവിൽ നമ്മൾക്ക് നാം വിളിക്കുന്ന ദൈവത്തെ അനുഭവിച്ചറിയുവാനുള്ള അവസരമായിട്ട് അതിനെ മാറ്റുവാൻ നമുക്ക് സാധിക്കണം. ഇവിടെ ഈ 3 ചെറുപ്പക്കാർ ചന്ദ്രക മേശബെന്ഹോം, അവർ 3 പേരും വിശ്വാസത്തോടെ പറയുന്നുണ്ട്, ഈ ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയും. അത് തീർച്ചയാണ്. അവൻ വിടുവിച്ചില്ലെങ്കിൽ പോലും ഈ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല എന്ന് കൃത്യമായി പറഞ്ഞവർ. എന്നാൽ ആ തീച്ചുളയുടെ അനുഭവത്തിൽ വീണ് കഴിഞ്ഞപ്പോഴാണ് 4ാമനായി ദൈവ സാന്നിധ്യം അവരോടൊപ്പം ഇരുന്നത്. എന്ന് വെച്ചാൽ ചില പ്രതിസന്ധിയുടെ നടുവിൽ ഞാനും നിങ്ങളും വീണേക്കാം. എന്നാൽ നീ പ്രസംഗിക്കുന്ന, നീ സാക്ഷീകരിക്കുന്ന, നീ പ്രാർത്ഥിക്കുന്ന നിന്റെ ദൈവത്തെ അനുഭവിച്ചറിയുവാൻ ഉള്ളൊരവസരമാണ് ഈ താമസമെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് യായിറോസ് എന്നോടും നിങ്ങളോടും പറയുകയാണ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ചിലപ്പോൾ ചില താമസം, തടസ്സമുണ്ടായേക്കാം. എന്നാൽ നിന്റെ വിശ്വാസത്തിൽ നിന്റെ പരിഹാരകനോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ നിനക്ക് സാധിക്കണമെന്ന് കൃത്യമായിട്ട് പറയുകയാണ്. അതുകൊണ്ട് ചില താമസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം, എന്നാൽ അതിനൊരു പരിഹാരം ഉറപ്പായിട്ടും ഉണ്ട് തന്നെ. 23-ാം സങ്കീർത്തനം നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള സങ്കീർത്തനമാണ്. നമ്മളെല്ലാവരും കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്ന, ഏതൊരു ഉറക്കത്തിലും നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയുന്ന ഒരു സങ്കീർത്തനമാണ്. 23-ാം സങ്കീർത്തനം 2-ാം വാക്യം എന്താണ്? പച്ചയായ പുൽപ്പുറങ്ങൾ അവനെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തേക്ക് എന്നെ നടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തേക്ക് എന്നെ നടത്തുന്നു. ഇത് പറയുന്നത് ആരാണ്? ആടാണ് പറയുന്നത്. ആട് തൻ്റെ ഇടയനെ കുറിച്ച് പറയുകയാണ്, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. ആടിനെ സംബന്ധിച്ചിടത്തോളം ഓളമുള്ള വെള്ളം ആടിന് പേടിയാണ്. കാരണം ഓളമുള്ള വെള്ളത്തിൽ ആട് വീണ് കഴിഞ്ഞാൽ അതിന് നീന്താൻ വലിയ പ്രയാസമാണ്. ഓളമുള്ള വെള്ളം ആടിന് പേടിയാണെന്നുള്ള തിരിച്ചറിവ് ആർക്കുണ്ട്? ഇടയനുണ്ട്. അതുകൊണ്ട് സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് മാത്രമേ ഇടയൻ ആടിനെ കൊണ്ടുപോകത്തുള്ളൂ. എന്നാൽ സ്വസ്ഥതയുള്ള വെള്ളം കണ്ടെത്തുവാൻ ഇടയന് സാധിക്കുന്നില്ല എങ്കിൽ ഇടയൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഓളമുള്ള വെള്ളത്തിൻ്റെ ഇടയിൽ ഒരു ബണ്ട് നിർമ്മിക്കും, ഒരു ഡാം പോലെ കല്ല് കെട്ടി നിർമ്മിക്കും. അങ്ങനെ ഓരോ കല്ലടുക്കി അടുക്കി വെച്ച് ആ വെള്ളത്തെ സ്വസ്ഥതയുള്ള വെള്ളമാക്കി മാറ്റിയിട്ട് അതിനെ കുടിപ്പിക്കുക തന്നെ ചെയ്യും. എന്ന് വെച്ചാൽ ആടിനൊരു ഉറപ്പുണ്ട്, എൻ്റെ പരിമിതി അറിയുന്ന ഒരു ഇടയനാണ് എനിക്കുള്ളതെന്നും അതുകൊണ്ട് അവൻ അതിന് കൃത്യമായിട്ടുള്ള പരിഹാരം ഒരുക്കുമെന്നും. ചില താമസമുണ്ടായേക്കാം, പക്ഷേ ഉറപ്പായിട്ടും ഒരു സ്വസ്ഥതയുടെ അനുഭവം എനിക്ക് വേണ്ടി അവൻ ഒരുക്കുമെന്നുള്ള ഉറപ്പ് ആടിനുണ്ട്. എന്നാൽ കൂടി വരുന്ന വിശ്വാസ സമൂഹമേ, പ്രാർത്ഥിക്കുന്ന വിശ്വാസ സമൂഹമേ, നാം ഓരോരുത്തരും നമ്മുടെ കൊച്ചിലെ മുതൽ പറയുകയാണ്, യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ നിന്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്റെ പരിമിതി അറിയുന്നവനാണ് നിന്റെ ഇടയനെന്ന് എത്ര പേർക്ക് വിശ്വസിക്കുവാനായിട്ട് സാധിക്കും? ചില കല്ലുകൾ അടുക്കി അടുക്കി വെക്കുമ്പോൾ ചില താമസങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ ഒരു ദിവസം നിന്റെ പരിഹാരം നിനക്കുണ്ട് എന്ന് കൃത്യമായിട്ട് പറയുകയാണ്. ഇതിൻ്റെ രണ്ടാമതായി ഈ വേദഭാഗം നാം ചിന്തിക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, നിന്റെ നിശബ്ദത പ്രാർത്ഥനയാകുമ്പോൾ ക്രിസ്തു നിന്റെ ശബ്ദമായി മാറുന്നു. നിശബ്ദത പ്രാർത്ഥനയാകുമ്പോൾ ക്രിസ്തു നിന്റെ ശബ്ദമായി മാറുകയാണ്. When your silence becomes your prayer, Christ becomes your voice.
ഈ വേദഭാഗം നാം പരിശോധിച്ചാൽ അതിൻ്റെ 35-ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്ന്, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു. നിന്റെ മകൾ മരിച്ചു, ഇനി ഗുരുവിനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. എന്നാൽ യായിറോസിനെ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യായിറോസ് വളരെ ശാന്തമായിട്ട് അവിടെ നിൽക്കുകയാണ്. യായിറോസ് അതിനൊന്നും മറുപടി പറയുന്നില്ല. യായിറോസ് ഒന്നും നിലവിളിക്കുന്നില്ല. അവൻ ശാന്തമായി അവിടെ നിൽക്കുകയാണ്. തൻ്റെ മകൾ മരിച്ചു എന്ന വാർത്ത കേട്ടാൽ ലോകത്തിലെ ഏതപ്പനായിരുന്നാലും ഓടും. എന്നാൽ ഓടാതെ ഇവിടെ നിൽക്കുകയാണ്. കാരണം നമ്മുടെ നിസ്സഹായ അവസ്ഥകൾ നമുക്ക് ചിലപ്പോൾ ഉണ്ടായേക്കാം. ഒന്നും സംസാരിക്കുവാൻ കഴിയാതെ ചില വാർത്തകൾ കേൾക്കുമ്പോൾ, ചില റിപ്പോർട്ടുകൾ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഇനിയും പറ്റില്ല, ഇനിയൊന്നും ചെയ്യാനായിട്ടില്ല എന്ന് നിസ്സഹായ അവസ്ഥയിൽ നിന്നേക്കാം. അങ്ങനെ നമ്മുടെ ശബ്ദം ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. എന്നാൽ നിന്റെ ശബ്ദം നഷ്ടപ്പെടുന്ന ഇടത്ത് നിനക്ക് വേണ്ടി സംസാരിക്കുവാൻ ഒരുവനുണ്ട്, അവൻ ക്രിസ്തുവാണ്. അവൻ പറഞ്ഞു വെക്കുന്ന വാക്ക് ഇത്രയേ ഉള്ളൂ: ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. നമ്മളുടെ ചിലപ്പോഴുള്ള നമ്മുടെ നിശബ്ദത പോലും ചില പ്രാർത്ഥന തന്നെയാണ്. അവൻ പറയുകയാണ്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അവൻ ഓടിയില്ല, അവൻ അവിടെ തന്നെ നിൽക്കുകയാണ്. അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ ഒന്നും മിണ്ടിയില്ല. അവൻ ശാന്തമായി അവൻ്റെ നിസ്സഹായ അവസ്ഥയിൽ എന്തു പറയണമെന്നറിയാതെ വല്ലാത്ത അവസ്ഥയിൽ അവൻ നിൽക്കുമ്പോൾ അവനു വേണ്ടി സംസാരിക്കുവാൻ കർത്താവുണ്ട് എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ചില ജീവിത അനുഭവങ്ങളിലും ഇങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ നമുക്ക് വേണ്ടി സംസാരിക്കുവാൻ നമുക്ക് പറ്റാത്ത ചില അവസ്ഥകൾ ഉണ്ടായേക്കാം. നിസ്സഹായ അവസ്ഥയിൽ നമ്മൾ താണുപോകുന്ന അവസ്ഥകൾ ഉണ്ടായേക്കാം. നമുക്ക് വേണ്ടി സംസാരിക്കുവാൻ ഒരുവനുണ്ട്, അവൻ ക്രിസ്തുവാണ്. അവൻ പറയുന്ന വാക്കിതാണ്: ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം നാം പരിശോധിക്കുമ്പോൾ അവിടെ നമുക്കൊരു കുരുടനായിട്ടുള്ളൊരു മനുഷ്യനെ കാണുവാനായിട്ട് സാധിക്കും. അവൻ ഒരു വഴിയരികിൽ ഇരുന്നിട്ട് യേശു വരുന്നുവെന്ന് കേട്ടിട്ട് അവൻ നിലവിളിച്ച് പറയുകയാണ്: യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ഒന്നവൻ പ്രാർത്ഥിച്ചപ്പോൾ, നിലവിളിച്ചപ്പോൾ അവൻ്റെ ചുറ്റിലുമുള്ളവർ അവനോട് പറഞ്ഞു, മിണ്ടരുത്, നിനക്ക് സംസാരിക്കുവാൻ വോയിസ് ഇല്ല, നീ നിശബ്ദനായിരിക്കുക എന്ന് അവനെ പറഞ്ഞ് അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോൾ അവൻ വീണ്ടും നിലവിളിക്കുകയാണ്: യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന്. അവിടെ ഒരു വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ 48-49 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്: യേശു നിന്ന് അവനെ വിളിപ്പീൻ എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ നിന്നെ നിശബ്ദമാക്കുന്ന അവസ്ഥകൾ നിന്റെ ചുറ്റിനുമുണ്ടായേക്കാം. എന്നാൽ നിനക്ക് വേണ്ടി സംസാരിക്കുവാൻ നിനക്കൊരു ദൈവമുണ്ട് എന്നുള്ളതാണ്. നിന്നെ നിശബ്ദമാക്കുന്ന അവസ്ഥകൾ, സാഹചര്യങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ നിന്റെ ചുറ്റിലുമുണ്ടായേക്കാം. എന്നാൽ നിനക്ക് വേണ്ടി സംസാരിക്കുവാൻ നിനക്കൊരു ദൈവമുണ്ട് എന്നുള്ളതാണ്. അത് വിശ്വസിക്കുന്നവർക്ക് ചേർന്നൊരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. അവനോട് പറഞ്ഞു, നീ മിണ്ടരുത്, നിനക്ക് പറയുവാൻ ഒരു അവകാശവുമില്ല, നിശബ്ദമായിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവനു വേണ്ടി സംസാരിക്കുവാൻ യേശു നിന്ന് അവനെ വിളിപ്പീൻ എന്ന് പറയുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതാനുഭവങ്ങളിലും ഇങ്ങനെ തന്നെയാണ്. യായിറോസ് ഓടിയില്ല, അവൻ അവിടെ തന്നെ നിൽക്കുകയാണ്. ലോകത്ത് ഏതപ്പനായിരുന്നാലും ഈ വിശ്വാസവും ഈ പ്രാർത്ഥനയും ഈ യേശുവിനെയും വിട്ടേച്ച് സ്വന്തം മോളുടെ അടുക്കലേക്ക് ഓടിയേക്കാം. അവനൊന്നും ഓടാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ, നീ ഭയപ്പെടേണ്ടുന്ന കാര്യമില്ല. നിന്റെ ഒരു നുള്ളു കണ്ണുനീരിനെ പോലും മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കണ്ണുനീരിന് മറുപടി നൽകുന്ന ദൈവമുണ്ട്. അതിന് യേശുവിൻ്റെ അടുക്കിലേക്ക് വരേണ്ട കാര്യമില്ല. യേശു അടുക്കിലേക്ക് തന്നെ വന്ന് മറുപടി നൽകുക തന്നെ ചെയ്യും. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം പരിശോധിക്കുമ്പോൾ നയീൻ എന്ന പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ യേശു കർത്താവിനെ എതിരേൽക്കുന്നത് ഒരു ശവമഞ്ചമാണ്.
ആ ശവമഞ്ചം കടന്നു വരുമ്പോൾ യേശു അവളെ സ്ത്രീയെ കണ്ടിട്ട് അവിടെ അടുക്ക് ചെന്നിട്ട് അവളോട് പറയുകയാണ്, സ്ത്രീയെ കരയണ്ട. അവളെ കണ്ട് മനസ്സലിഞ്ഞ് പറയുകയാണ്, കരയണ്ട, കണ്ണുനീരിനും വിലയുണ്ട്. വായും കൊണ്ട് നിനക്ക് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും നിന്റെ നിസ്സഹായ അവസ്ഥയിൽ നിന്റെ കണ്ണിൽ നിന്ന് ഒരു നുള്ളു കണ്ണുനീർ അത് വീഴുന്നത് ഈ ഭൂമിയിലല്ല, ഈ ദേശത്തല്ല, മറിച്ച് എൻ്റെ ദൈവത്തിൻ്റെ നെഞ്ചത്താണെന്ന് വിശ്വസിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടത് ആവശ്യമാണ്. ഉൽപ്പത്തി പുസ്തകം നാം പരിശോധിക്കുമ്പോൾ 21-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഒരമ്മയും കുഞ്ഞും മരുഭൂമിയുടെ നടുവിൽ കിടന്ന് നിലവിളിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ലോകത്തിലെ അപ്പൻ കുറച്ച് വെള്ളവും കുറച്ച് അപ്പവും കൊടുത്തിട്ട് മകനെയും ഈ അമ്മയെയും ഉപേക്ഷിക്കുകയാണ്. എന്നാൽ ലോകത്തിലെ അപ്പൻ കൊടുത്ത വെള്ളവും ലോകത്തിലെ അപ്പൻ കൊടുത്ത അപ്പവും ഇതിനെല്ലാം കണക്കുണ്ട്, പരിമിതിയുണ്ട്. അതെല്ലാം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ നിസ്സഹായ അവസ്ഥയിൽ ഒരമ്മ നിന്നിട്ട് ഒരമ്മ ഇങ്ങനെ പറയുകയാണ്, എൻ്റെ കുഞ്ഞിൻ്റെ മരണം കാണുവാൻ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് കുഞ്ഞിനെ മാറ്റിയിട്ടിട്ട് മാറി നിന്ന് കരഞ്ഞവളോട് കണ്ണുനീര് കണ്ടിട്ട് ദൈവം സ്വർഗം തുറന്നു പറയുകയാണ്, അവളുടെ കണ്ണ് തുറന്ന് അവളൊരു നീരുറവ കണ്ടുവെന്ന് പറയുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ ചില നിശബ്ദതകൾ, ചില നിസ്സഹായ അവസ്ഥകൾ വരുമ്പോൾ അത് പ്രാർത്ഥനയായി ദൈവം ഏറ്റെടുക്കും. അത് പ്രാർത്ഥനയായി ദൈവം ഏറ്റെടുത്താൽ നീ സംസാരിച്ചില്ലെങ്കിലും നിനക്ക് വേണ്ടി ശബ്ദമുയർത്തുവാൻ ഒരു ദൈവം നമുക്കുണ്ട് എന്ന് നിശ്ചയമായിട്ട് ഞാൻ പറയുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീട്ടിലൊരു കുഞ്ഞ് ജനിച്ചു. 45 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ വിധി എഴുതി, ഈ കുഞ്ഞ് മരണപ്പെടുമെന്ന്. ഡോക്ടർമാരുടെ വിധി അതാണ്, ഈ കുഞ്ഞ് മരണപ്പെടും. ഡോക്ടർമാർ പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോ. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം വീട്ടിൽ ഒരു ചർച്ച വന്നു, ഈ കുഞ്ഞു മരിച്ചാൽ എവിടെ അടക്കം ചെയ്യും? അപ്പോൾ വികാരി അച്ഛനെ വിളിച്ചു. കുഞ്ഞു മരിച്ചാൽ കുഞ്ഞിനെ പള്ളിയിൽ അടക്കം ചെയ്യേണ്ടതും കൊണ്ട് അന്ന് തന്നെ കുഞ്ഞിനെ മാമോദീസ മുക്കുവാനായിട്ട് അപ്പനും അമ്മയും ചേർന്ന് തീരുമാനിച്ചു. മാമോദീസ മുക്കിയതിന് ശേഷം അടുത്ത ശുശ്രൂഷയായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്ന മൂറോൻ അഭിഷേകത്തിനായിട്ട് കുഞ്ഞിനെ മുൻപിലേക്ക് കൊണ്ടുവന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ മാതാവ് ആ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, മൂറോൻ എന്ന് പറയുന്നത് നിൻ്റെ പരിശുദ്ധാത്മാവാണ്, നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഈ കുഞ്ഞിനെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അന്ന് രാത്രിയിൽ ഒന്നും സംഭവിച്ചില്ല. പിറ്റേ ദിവസം വീണ്ടും കുഞ്ഞിനെ കൊണ്ട് 24 മണിക്കൂർ വിധി എഴുതിയ ഡോക്ടറിൻ്റെ അടുക്കിലേക്ക് കുഞ്ഞിനെയും കൊണ്ട് ചെന്നു. ഡോക്ടർമാർ നോക്കിയിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിൽ ഇന്നലെ എന്തോ അത്ഭുതം സംഭവിച്ചുവെന്ന്. എന്നാൽ കല്ലറ ആഗ്രഹിച്ച് പള്ളിയിൽ മാമോദീസ ഏറ്റവനെ ദൈവം മാനിച്ചത് അങ്ങനെയല്ല. ദൈവം മാനിച്ചത് 2017-ാം ആണ്ട് ജൂലൈ മാസം 4-ാം തീയതി അതേ പള്ളിയുടെ മദ്ബഹായിൽ കലവറ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് ദൈവം ഉയർത്തിയത്. ആ ദൈവം എന്നിലൂടെ നിങ്ങളോടും സംസാരിക്കുന്നത്. കാരണം കല്ലറ ആഗ്രഹിച്ച് മാർത്തോമാ സഭയിൽ മാമോദീസ മുക്കിയ എന്നെ എൻ്റെ ദൈവം എടുത്ത് കലവറ ശുശ്രൂഷയ്ക്കാക്കിയെങ്കിൽ നിന്റെ ചില നിസ്സഹായ അവസ്ഥകൾ, നിന്റെ ചില നിശബ്ദതയുടെ അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ നീ പേടിക്കേണ്ടുന്ന കാര്യമില്ല. നിനക്ക് വേണ്ടി സംസാരിക്കുവാൻ നിനക്കൊരു ദൈവമുണ്ട്. അത് വിശ്വസിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടത് ആവശ്യമാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നീ തകർന്നു പോകുമെന്ന് വിചാരിക്കേണ്ടുന്ന കാര്യമില്ല. തകർക്കപ്പെട്ട ഇടത്തു നിന്നും നിന്നെ ഉയർത്തുവാൻ അവൻ മതിയായവൻ തന്നെയാണ്. 3, നിന്റെ ജീവിതത്തിൻ്റെ വിധിയെ മാറ്റി എഴുതി വീണ്ടെടുപ്പിലേക്ക് വിളിക്കുന്ന ക്രിസ്തു. നിന്റെ ജീവിതത്തിൻ്റെ വിധിയെ മാറ്റി എഴുതി വീണ്ടെടുപ്പിലേക്ക് വിളിക്കുന്ന ക്രിസ്തു. The Christ who rewrites your destiny and calls you into redemption. അവൻ യേശുവിനോടൊപ്പം തൻ്റെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വന്നപ്പോൾ അവൻ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവൻ കാണുകയാണ് എന്താണ്? കരച്ചിലാണ്. എന്ന് വെച്ചാൽ മരണം തന്നെയാണെന്ന് ഉറപ്പിക്കുന്ന സാഹചര്യം. കരയുകയും ആരവാരമിടുന്ന ജനത്തെയും കാണുകയാണ്. അപ്പോൾ യേശു അവരോട് പറയുകയാണ്, കുഞ്ഞ് മരിച്ചിട്ടില്ല, അവൻ
ഉറങ്ങുകയാണ്. കുഞ്ഞ് മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ കൂടെ നിന്നവർ അല്ലെങ്കിൽ കണ്ടു നിന്നവർ അവനെ നോക്കി പരിഹസിച്ചു എന്നാണ് വേദഭാഗം എഴുതിയിരിക്കുന്നത്. ചിലപ്പോൾ ലോകം നമ്മുടെ ചുറ്റിനും നിന്ന് ഇങ്ങനെ പറയും, ഇനിയും നിന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഇനിയും നിന്റെ കുടുംബജീവിതത്തിൽ ഇനിയൊന്നും സാധ്യമാകത്തില്ല, നിന്റെ രോഗം മാറില്ല, നിന്റെ ജീവിതത്തിൽ ഇനി നിനക്ക് മുൻപോട്ടൊരു ഉയർച്ച ഉണ്ടാകത്തില്ല. ലോകം വിധി എഴുതിയാലും ആ വിധിയെ മാറ്റി എഴുതുവാൻ നിനക്കൊരു ദൈവം ഉണ്ട് എന്നുള്ളതാണ്. ലോകം വിധി എഴുതിയാലും ആ വിധിയെ മാറ്റി എഴുതുവാൻ നിനക്കൊരു ദൈവമുണ്ട്. ഡോക്ടർമാരെല്ലാവരും വിധി എഴുതി ഈ കുഞ്ഞിനെയും ജീവിക്കത്തില്ല. സ്വന്തം മാതാപിതാക്കളും കുടുംബക്കാരും വിധി എഴുതി ഈ കുഞ്ഞിനെ ഇനിയും ജീവിതമില്ല, അതുകൊണ്ട് അടക്കം നടത്തപ്പെടണം. വികാരി അച്ഛൻ ഉൾപ്പെടെ വിധി എഴുതി മരിക്കുമെന്നുള്ള ഉറപ്പോടുകൂടെ മാമോദീസ മുക്കിയെങ്കിൽ ഞാൻ പറയും, മാമോദീസായുടെ 2ാം ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് അഭിഷേകമായി പട്ടക്കാരൻ കുഞ്ഞിൻ്റെ നെറ്റിമേലും നെഞ്ചത്തിന്മേലും കൈകളിന്മേലും വിശുദ്ധ മൂറോൻ ഒഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ മൂറോൻ തൂത്തുകൊണ്ട് കുരിശിൻ്റെ അടയാളം വരച്ചുവെങ്കിൽ അന്ന് കർത്താവ് തമ്പുരാൻ ഈ കുഞ്ഞിനോട് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് എന്നോടും പറഞ്ഞു കാണും, മോനെ നീ എഴുന്നേൽക്ക എന്ന്. അതുകൊണ്ട് നിന്റെ വിധിയെ മാറ്റി എഴുതുന്ന അവസരങ്ങൾ നിന്റെ മുൻപിലുണ്ടാകും. നീ നിന്റെ വീണ്ടെടുപ്പിലേക്ക് വിളിക്കുവാൻ ഈ ദൈവം മതിയായവൻ തന്നെയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മളുടെ ജീവിത അനുഭവങ്ങളിൽ പലപ്പോഴും നാം നമ്മുടെ വിധിയെ ഇങ്ങനെ പറയുകയാണ്. വിധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഇതെല്ലാം എൻ്റെ വിധിയാണെന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും ജീവിതം നമ്മൾ അവസാനിപ്പിക്കുവാൻ ശ്രമിക്കുന്നവരാണ്. എന്നാൽ വിധിയെ മാറ്റി എഴുതുവാൻ നമുക്കൊരു ദൈവം ഉണ്ടെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമായി തീരട്ടെ. ഈ യായിറോസിൻ്റെ ജീവിതത്തെ നാം ഒന്ന് തിരിച്ചു നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ഞാൻ ആദ്യമേ ആമുഖത്തിൽ പറഞ്ഞു, അവൻ പലപ്പോഴും നീരസപ്പെടുന്നതായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട്. എന്നാൽ അവൻ യേശുവിൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞപ്പോൾ അവനൊന്ന് കാൽക്കൽ വീണു. നീരസപ്പെട്ട അവസ്ഥ അവൻ്റെ പാസ്റ്റാണ്. എന്നാൽ ഇപ്പോൾ അവൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് കാൽക്കൽ വീണു എന്ന് പറഞ്ഞാൽ അതവൻ്റെ അനുതാപമാണ്. ജീവിതത്തിൽ നമുക്ക് പറയുവാൻ പല പാസ്റ്റുകളും ഉണ്ടാകാം. ഇനിയും ഒരു വീണ്ടെടുപ്പ് സാധ്യമല്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകാം. എൻ്റെ കുടുംബത്തിന് ഇനിയൊരു ഗുണമുണ്ടാകുകയില്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ അതിൻ്റെ നടുവിൽ നീ അനുതാപത്തോടെ നിൻ്റെ ദൈവത്തിൻ്റെ കാൽക്കൽ വീഴുവാൻ നീ കഴിഞ്ഞാൽ നിന്നെ വീണ്ടെടുക്കുവാനും നിൻ്റെ കുടുംബത്തെ വീണ്ടെടുക്കുവാനും അവൻ മതിയായവൻ തന്നെയാണ്. അവൻ പറയുകയാണ്, ബാലേ എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് കൈ നീട്ടുകയാണ്. യേശു കർത്താവ് ഇന്ന് എൻ്റെയും നിങ്ങളുടെയും മുൻപിൽ തൻ്റെ കൈകളെ അവൻ നീട്ടുകയാണ്. നമുക്കൊന്ന് കൈ കൊടുക്കുവാനായിട്ട് സാധിക്കുമോ? കൈ കൊടുത്താൽ വീണ്ടെടുപ്പിൻ്റെ സാധ്യതകളിലേക്കുള്ള ഒരു വിളിയാണ് ദൈവം നമുക്ക് നൽകുന്നത്. വീണ്ടെടുപ്പിൻ്റെ വിളികളിലേക്കുള്ള സാധ്യതയാണ് ദൈവം നമുക്ക് നൽകുന്നത്. ഈ ഇരട്ട കഥയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന, ഒരിടത്ത് ബ്ലഡാണ്, ഒരിടത്ത് ഡെഡാണ്. ഇത് രണ്ടും അശുദ്ധമായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. എന്നാൽ ഈ അശുദ്ധമെന്ന് കൺസിഡർ ചെയ്യുന്നതിനെയാണ് യേശു കർത്താവ് കാൽവറി ക്രൂശിൽ തൻ്റെ രക്തവും തൻ്റെ ശരീരവും നൽകി നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുത്തിരിക്കുന്നത്. രക്തവും ശരീരവും നൽകി എന്നെയും നിങ്ങളെയും വീണ്ടെടുത്തിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ക്രിസ്തു ഇന്ന് കൈ നീട്ടി എന്നോടും നിങ്ങളോടും ചോദിക്കുകയാണ്, ഞാൻ ഉണ്ട്, നിൻ്റെ കൈ ഒന്ന് തരുമോ? വീണ്ടെടുക്കുവാൻ നിന്നെ വിളിക്കുവാൻ ഞാനുണ്ട്, നീ ഒന്ന് എഴുന്നേൽക്കുമോ എന്ന് ചോദിക്കുകയാണ്. ബാലെ എഴുന്നേൽക്ക എന്ന് പറയുന്നത് പോലെ എന്നോടും നിങ്ങളോടും ക്രിസ്തു പറയുകയാണ്, നമ്മുടെ പേരെഴുതി പറയുകയാണ്, എന്നോടും നിങ്ങളോടും പറയുകയാണ്, നീ ഒന്ന് എഴുന്നേൽക്ക്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, 3 കൊച്ചു കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്. ഒന്ന്, വൈകുന്ന ചില മറുപടികളും വളരുന്ന വിശ്വാസവും. നിൻ്റെ ജീവിതത്തിൽ ചില പ്രാർത്ഥനകൾക്ക് മറുപടി താമസമുണ്ടായേക്കാം, പക്ഷേ നിനക്ക് പരിഹാരം നിശ്ചയമായിട്ട് ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കണം. നിൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ നിസ്സഹായ അവസ്ഥ നിനക്ക് വന്നേക്കാം. എന്നാൽ നീ മിണ്ടാതാകുമ്പോൾ നിനക്ക് വേണ്ടി സംസാരിക്കുവാൻ ഒരു ദൈവമുണ്ട്. അവൻ ഒന്നേ പറയുന്നുള്ളൂ,
ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറയുകയാണ്. നിൻ്റെ ജീവിതത്തിൻ്റെ വിധിയെ ലോകം എഴുതിയിരിക്കുന്നത് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റില്ല, എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നിടത്ത് നിന്ന് നിൻ്റെ വിധിയെ മാറ്റി എഴുതുവാൻ നിനക്കൊരു ദൈവമുണ്ട്. ആ ദൈവം ഇന്ന് നിന്നോട്, എന്നെയും നിങ്ങളെയും വിളിക്കുകയാണ്. വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിലേക്ക് വിളിക്കുകയാണ്. കാൽക്കൽ വീണ് അനുദപിക്കുവാൻ കഴിഞ്ഞാൽ, നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കുവാൻ കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിക്കുവാൻ കഴിഞ്ഞാൽ, നമ്മുടെ ആവശ്യത്തെ ഒന്ന് സമർപ്പിക്കുവാൻ കഴിഞ്ഞാൽ, അനുതാപത്തോടെ സമർപ്പിച്ചാൽ നിന്നെ വീണ്ടെടുക്കുവാൻ അവൻ മതിയായവനാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളിൽ പലരും പലവിധമായിട്ടുള്ള പ്രാർത്ഥനാ വിഷയം കൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളത് എനിക്കറിയാം. പലർക്കും പല രോഗബന്ധനങ്ങളുണ്ടെന്നും അറിയാം. എന്നാൽ നിൻ്റെ അവസ്ഥയെ മനസ്സിലാക്കുവാൻ നിനക്കൊരു ദൈവം ഉണ്ട് തന്നെയാണ്. അത് കൃത്യമായിട്ടുണ്ട്. യായിറോസിനോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. യായിറോസ് എന്താണ് വിശ്വസിക്കേണ്ടത്? തൻ്റെ കുഞ്ഞു മരിച്ചു എന്ന് വന്ന് പറഞ്ഞത് അയൽവക്കക്കാരനല്ല, കൃത്യമായി അത് കണ്ടു മനസ്സിലാക്കി ഉറപ്പാക്കിയിട്ട് വന്ന ഒരു ഐ വിറ്റ്നസ്സാണ് പറയുന്നത്. എന്ത്? നിൻ്റെ കുഞ്ഞ് മരിച്ചുപോയി. അവൻ പറഞ്ഞത് വിശ്വസിക്കണമോ? ഈ കുഞ്ഞിനെ കണ്ടിട്ടില്ലാത്ത ക്രിസ്തു പറഞ്ഞത് വിശ്വസിക്കണമോ? അവൻ പറഞ്ഞത് വിശ്വസിക്കണമോ? ഈ കുഞ്ഞിനെ കണ്ടിട്ടില്ലാത്ത ക്രിസ്തു പറഞ്ഞത് വിശ്വസിക്കണമോ? അവൻ വിശ്വസിച്ച് കാണും, അവൻ ഇങ്ങനെ പറഞ്ഞു കാണും. അവൻ്റെ വിശ്വാസം ഇങ്ങനെയായിരിക്കും. ഞാൻ അങ്ങനെ അങ്ങ് ചിന്തിക്കുകയാണ്. അവൻ ഇങ്ങനെ പറഞ്ഞു കാണും, ശരിയാ സഹോദരാ, എൻ്റെ കുഞ്ഞ് മരിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ മരിച്ചിടത്ത് നിന്ന് ഉയർപ്പിക്കുവാൻ മതിയായവൻ എന്നോടൊപ്പം ഉണ്ട്. മരിച്ചിടത്ത് നിന്ന് ഉയർപ്പിക്കുവാൻ മതിയായവൻ എന്നോടൊപ്പമുണ്ട്. അതുകൊണ്ടാണ് അവൻ ഓടാതെ നിന്നത്. എന്നെ കേൾക്കുന്ന വിശ്വാസ സമൂഹമേ, നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധി ഇല്ല എന്നുള്ളതല്ല, പ്രതിസന്ധി ഉണ്ടാകാം. നിനക്ക് രോഗമില്ല എന്നുള്ളതല്ല, രോഗമുണ്ടാകാം. എന്നാൽ അതിൻ്റെ നടുവിൽ നിന്നെ വഴി നടത്തുവാൻ നിനക്കൊരു ദൈവമുണ്ട് എന്നുള്ള തിരിച്ചറിവ് നിനക്കുണ്ടാകണം. നിങ്ങളുടെ കയ്യിൽ ചില റിപ്പോർട്ടുകൾ ഉണ്ടായേക്കാം, ചില രോഗങ്ങളുണ്ടാകാം, ചില പ്രയാസങ്ങളുണ്ടാകാം. പക്ഷേ അതെല്ലാം ഉള്ളപ്പോൾ തന്നെ നീ ഇന്ന് വിശ്വസിക്കേണ്ടുന്നൊരു കാര്യം, നിനക്കൊരു ദൈവവും ഉണ്ട് എന്നുള്ളതാണ്. 2018 ഓഗസ്റ്റ് മാസം 15-ാം തീയതി വലിയ വെള്ളപ്പൊക്കമുണ്ടായ സമയമാണ്. റാന്നിയുടെ പ്രദേശത്താണ് ഞാൻ ശുശ്രൂഷ ചെയ്ത ആ സമയത്ത്. റാന്നിയുടെ പ്രദേശത്ത് സീതത്തോടപ്പുറേ 3-ാം ബ്ലോക്ക് എന്ന എനിക്കൊരു കൊച്ചു പള്ളിയുണ്ടായിരുന്നു. അവിടെ ഉരുളുപൊട്ടി എന്ന വാർത്ത കേട്ടുകൊണ്ട് ഞങ്ങൾ ഓടി അവിടെ ചെന്നു. എന്നാൽ അവിടെ ചെന്ന് കുറച്ച് സമയമൊക്കെ അവിടെ നിന്ന് അവിടുത്തെ ആളുകളെയൊക്കെ മാറ്റുവാനൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. തിരികെ ഇറങ്ങി വരുമ്പോൾ വലിയ മണ്ണിടിച്ചിലുണ്ടായി. അവിടെ താണു പോകേണ്ടുന്ന അവസ്ഥയുണ്ടായി. പള്ളിക്കാരനെ വലിച്ചെടുത്തു. വീണ്ടും മുന്നോട്ട് പോയപ്പോൾ വലിയ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മലയാണ്, ഇപ്പുറത്തെ സൈഡിലും മലയാണ്, നടുക്കാണ് കൊച്ചു വഴി. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. പള്ളിക്കാർ പറഞ്ഞു, അച്ഛാ ഓടിക്കോ, ഉരുൾപൊട്ടലാണ്. ഓടുകയാണ്. ഓടി ഓടി പള്ളിക്കകത്തേക്ക് ചെന്ന് കയറി ഞങ്ങളുടെ പുറയിൽ ഉരുൾ പൊട്ടി. അന്ന് ചില വീഴ്ചകൾ സംഭവിച്ചു. നടുവിന് ചില ക്ഷതങ്ങളുണ്ടായി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നടുവിൻ്റെ വേദന അതികഠിനമായി കൂടി. നടക്കുവാൻ പറ്റാത്ത പ്രയാസങ്ങൾ വന്നു. അങ്ങനെ ഒരു MRI എടുത്തു. L4 L5 എല്ലാം കംപ്ലൈൻ്റാണ്, ഡിസ്ക് ബൾജാണ്, പ്രയാസങ്ങളാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനൊരു വൈദ്യരെ പോയി കണ്ടു. ആ വൈദ്യർ എൻ്റെ നട്ടലെ പിടിച്ച് നോക്കിയിട്ട് ആ വൈദ്യർ എന്നോട് പറഞ്ഞു, അച്ഛാ, അച്ഛന് ഇനിയും 2.5 മണിക്കൂർ നിന്ന് വിശുദ്ധ കുർബാന ചൊല്ലുവാൻ അച്ഛനെ കൊണ്ട് സാധിക്കുകയില്ല. ഒരു കൊച്ചച്ഛൻ ശുശ്രൂഷയേറ്റ് 1 വർഷം കഴിയുമ്പോൾ കേട്ട വർത്തമാനമാണ്. മാർത്തോമാ സഭയിൽ ഇനി ഇപ്പോൾ അച്ഛനെ കൊണ്ട് ഇത്രയും കഠിനമായി അല്ലെങ്കിൽ ഇത്രയും രീതിയിൽ ശുശ്രൂഷ ചെയ്യുവാൻ 2.5 മണിക്കൂർ നിന്ന് ശുശ്രൂഷ ചെയ്യുവാൻ പറ്റത്തില്ല. ഒന്നുകിൽ അച്ഛൻ കുർബാന എടുക്കുവാണെങ്കിൽ വേറൊരാളെ കൊണ്ട് പ്രസംഗിക്കണം. കാരണം കുറച്ച് സമയം കുർബാനയുടെ ഇടയിൽ അച്ഛൻ ഇരുന്നേ പറ്റത്തുള്ളൂ. എങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അച്ഛന് വേദന കലശലായി കൂടും എന്ന് പറഞ്ഞു. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് ഓരോ വിശുദ്ധ കുർബാനയ്ക്കും ഞാൻ നിൽക്കുമ്പോൾ ഈ വൈദ്യര് പറഞ്ഞത് എൻ്റെ മനസ്സിൽ വരും. അച്ഛാ, അച്ഛനെ കൊണ്ട് പറ്റില്ല. എന്നാൽ ഞാൻ ഇന്നും വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്. ഓരോ വിശുദ്ധ കുർബാനയിലും എൻ്റെ ദൈവം എന്നോട് പറയുന്നൊരു വാക്കുണ്ട്, മോനെ ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. എന്നെ ബലപ്പെടുത്തിക്കൊണ്ട് അതിശയകരമായി, അത്ഭുതകരമായി ഇന്ന് 8 വർഷമായിട്ട് ദൈവം നടത്തുന്നതെങ്കിൽ
ആ ദൈവം എന്നെയും നിങ്ങളെയും നടത്തുവാൻ അവൻ മതിയായവൻ തന്നെയാണ്. നിൻ്റെ ജീവിതത്തിൽ നിനക്ക് സങ്കടമില്ല എന്നല്ല, സങ്കടമുണ്ടാകാം, നിനക്ക് രോഗമുണ്ടാകാം, നിനക്ക് പ്രതിസന്ധികൾ ഉണ്ടാകാം. അതില്ല എന്നൊരിക്കലും ഞാൻ പറയത്തില്ല, ഉണ്ടാകാം. എന്നാൽ അതിൻ്റെ നടുവിൽ നിനക്കൊരു ദൈവമുണ്ട്. അവൻ നിന്നോട് പറയുകയാണ്, മകനെ മകളെ ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. യായിറോസിൻ്റെ ജീവിതം എന്നോട് നിങ്ങളോടും പറഞ്ഞു വെക്കുന്ന കാര്യം ഇത് തന്നെയാണ്. നമ്മളൊക്കെയും പ്രാർത്ഥിക്കുന്നവരാണ്, നമ്മളൊക്കെയും വിശ്വാസമുള്ളവരാണ്, ഇത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധി കടന്നു വരുമ്പോൾ അതിനോടുള്ള നമ്മുടെ പ്രതികരണം പലപ്പോഴും ഓടിയൊളിക്കുന്ന അനുഭവമാണെങ്കിൽ ഇന്ന് പറയുകയാണ്, നിൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ നീ ഓടേണ്ടുന്ന കാര്യമില്ല, നിന്നെ നിലനിർത്തുവാൻ ഞാനുണ്ട്. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിലേക്ക് കർത്താവ് തമ്പുരാൻ എന്നെ നിങ്ങളെ വിളിക്കുകയാണ്. നിൻ്റെ ഏത് രോഗാവസ്ഥയായിരുന്നാലും, നിൻ്റെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയായിരുന്നാലും അവിടെ നിന്ന് കൈ നീട്ടി വിളിക്കുവാൻ, വിടിവിക്കുവാൻ മതിയായവൻ കൈ നീട്ടി നിൽക്കുകയാണ്. അനുതാപത്തോടെ അവൻ്റെ കാൽക്കൽ നമുക്കൊന്ന് വീഴാം, മുട്ടുകളെ നമുക്കൊന്ന് മടക്കാം. അവൻ കൈ നീട്ടി പറയുകയാണ്, ബാലേ എഴുന്നേൽക്കുക. ഇതൊരു വലിയ സന്ദേശമാണ്, വലിയ വാഗ്ദത്തമാണ്. അത് എനിക്കും നിങ്ങൾക്കുമുള്ള വാഗ്ദത്തമാണ്. കൈ നീട്ടി നിൽക്കുകയാണ്, ബാലേ എഴുന്നേൽക്കുക. ഇന്ന് കൈ കൊടുക്കുവാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ, ലോകം നിനക്ക് വിധി എതിരായിട്ട് എഴുതിയാലും നിന്നെ അതിശയകരമായി നടത്തുവാൻ നിനക്കൊരു ദൈവമുണ്ടെന്നും, നിൻ്റെ ഡെസ്റ്റിനിയെ മാറ്റി എഴുതുവാൻ അവൻ മതിയായവനാണെന്നും, ഈ ലോകം നിനക്ക് മുൻപിൽ നിശബ്ദമാക്കിയാൽ അതിൻ്റെ നടുവിൽ നിനക്കൊരു ശബ്ദമായി നിനക്കൊരു ക്രിസ്തു ഉണ്ടെന്നും, നിൻ്റെ ജീവിതത്തിൽ ചില താമസമുണ്ടായാലും നിനക്കൊരു പരിഹാരമൊരുക്കുവാൻ നിനക്കൊരു ദൈവമുണ്ട് എന്നും നീ തിരിച്ചറിയുന്ന ദിവസമായി മാറുകയാണ്. അതുകൊണ്ട് കർത്താവ് തമ്പുരാൻ എന്നെ നിങ്ങളെ വിളിക്കുകയാണ്, ബാലേ എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് കൈ നീട്ടുകയാണ്. കൈ ഒന്ന് കൊടുത്തുകൊണ്ട് കർത്താവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിലേക്ക്, രക്തത്താലും ശരീരത്താലും വീണ്ടെടുത്തതുപോലെ ആ വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിലേക്ക് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ നിലനിൽപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.